ഗ്ലോബൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ 2024-25 ഏവിയേഷൻ മോണ്ടിസോറി TTC ബാച്ചിന്റെ കോൺവെക്കേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം കോട്ടക്കൽ SI PT സൈഫുള്ള ഉദ്ഘാടനം ചെയ്തു. ഒരു 20-നും അല്ലെങ്കിൽ 22-നും വയസ്സിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല, ആവിയേഷൻ അല്ലെങ്കിൽ TTC മോണ്ടിസോറി പോലത്തെ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തുന്ന ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഈ ഗ്ലോബൽ അക്കാദമി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധാരാളം പേർക്ക് ജോലി അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. അതേപോലെ ഇന്ന് ഈ കോൺവെക്കേഷനിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾക്കും നാളെ നല്ല ശോഭനമായ ഭാവി ഈ ഒരു ഫീൽഡിൽ, അതായത് തോന്നുന്നത് കുറച്ച് സ്കോപ്പുള്ളൊരു മേഖലയാണ്, അതായത് ധാരാളം അവസരങ്ങളുള്ള ഒരു മേഖലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എയർപോർട്ടുമായി ആവിയേഷൻ എന്നെല്ലാം പറയുമ്പോൾ കൃത്യമായ ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലെത്താൻ സർവേഷനും നമ്മളെ സഹായിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നിങ്ങൾക്ക് ഭാവിയിലെ കരിയറിൽ എല്ലാ മികച്ച നേട്ടങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ AP ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. ട്രെയിനർ PK രതീഷ്, ഗ്ലോബൽ അക്കാദമി കോർഡിനേറ്റർ അശ്വതി, വളാഞ്ചേരി കോർഡിനേറ്റർ ഉബൈദ് എന്നിവർ സംസാരിച്ചു. കോഴ്സ് പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഈ ബാച്ചിൽ പഠിച്ചിറങ്ങിയ ഉടനെ ജോലിയിൽ പ്രവേശിച്ചവർക്കുള്ള മൊമന്റോയും കോട്ടക്കൽ SI വിതരണം ചെയ്തു. രാവിലെ നടന്ന ആദ്യ സെഷൻ മഹൽ സിനിമ സംവിധായകൻ നാസർ ഇരിമ്പിളിയം ഉദ്ഘാടനം ചെയ്തു. തെറ്റാതെ തോൽക്കാതെ ഒരു മനുഷ്യനും മുന്നിലേക്ക് എത്തിയിട്ടില്ല. തോൽവിയുടെ അല്ലാതെ, തോൽവി രുചിച്ചിട്ടല്ലാതെ ഒരാൾ നമ്മുടെ ഏറ്റവും വലിയ നിരാശയ്ക്ക് ശേഷമായിരിക്കും നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തുക. ഏറ്റവും വലിയ നിരാശയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഏറ്റവും വലിയ തോൽവിക്ക് ശേഷമായിരിക്കും. നമ്മുടെ ലക്ഷ്യം എന്താണോ അത് നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാമെന്നുള്ളത്. ഗ്ലോബൽ അക്കാദമിയിൽ മുൻ വർഷങ്ങളിൽ മികച്ച ജോലി സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമന്റോ നാസർ ഇരിമ്പിളിയം വിതരണം ചെയ്തു. ചടങ്ങിൽ ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ AP ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് അഫ്സൽ അക്കുവും സംഘവും അവതരിപ്പിച്ച സംഗീത വിരുന്നും അരങ്ങേറി.